നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംവിധായകനായ ബാലചന്ദ്രകുമാർ അന്തരിച്ചിരിക്കുകയാണ്. സംവിധായകൻ എന്ന നിലയിലല്ല മലയാളികൾക്ക് ഏറെ സുപരിചിതം ബാലചന്ദ്രകുമാറിനെ. ദിലീപ് കേസിലെ വെളിപ്പെടുത്തലിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട ബാലചന്ദ്രകുമാറിന്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. ഇതാണ് മരണകാരണമെന്നാണ് വ്യക്തമാകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇന്ന് സിനിമ ലോകം ഉള്ളത്. എല്ലാം തീർന്നെന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ കടന്നുവരവ്. ചില ഓഡിയോയും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം കുറ്റം ചെയ്തത് ദിലീപാണ് എന്ന് ഉറപ്പിക്കുന്നവയല്ല, മറിച്ച് സംശയങ്ങളിലേക്ക് നിർത്തുന്നവയുമാണ്. എന്നാൽ പൾസർ സുനിയുമായി ദിലീപിന് നല്ല ബന്ധമുണ്ടെന്ന സംശയം സജീവമാക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ ഇടപെടൽ. നടി ആക്രമിക്കുന്നതിന് മുൻപും പിൻപും ദിലീപിന്റെ വീട്ടിൽ ചന്ദ്രകുമാറിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു. ഈ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബാലചന്ദ്രകുമാർ സുമനസ്സുകളുടെ സഹായത്തോടുകൂടിയായിരുന്നു ചികിത്സ നടത്തി വന്നിരുന്നത്. ഇതിനിടയിലാണ് മരണം ബാലചന്ദ്രകുമാറിനെ തേടിയെത്തുന്നത്. 2 വൃക്കകൾക്കും രോഗം ബാധിച്ച് അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടുകൂടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിന് വൻ പണച്ചിലവ് വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചു കാലം മുമ്പ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തുന്നതിന് ശേഷമാണ് 2 വൃക്കകളും തകരാറിലാണ് എന്ന് വ്യക്തമായത്. ഇതിന് പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്തും കോടതിയിൽ ഹാജരാവുകയും സാക്ഷിമൊഴികൾ നൽകുകയും ചെയ്തിരുന്നു. പല സുഹൃത്തുക്കളുടെയും സഹായത്തോടു കൂടിയാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിനിടെ നിരന്തരം ഗുരുതരാവസ്ഥയിലെത്തി. ഒടുവിൽ മരണവും. നടി ആക്രമിച്ച കേസിൽ ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ആ വീട്ടിൽ നടന്ന പല സംഭാഷണങ്ങളും ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവന്ന ഓഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിലീപിനെ നിരീക്ഷിക്കാൻ പോലീസ് ചുമതലപ്പെടുത്തിയ ആളാണോ ബാലചന്ദ്രകുമാർ എന്ന സംശയം ദിലീപിന്റെ ചില അടുപ്പക്കാർക്ക് പോലും ഉണ്ടായി. പിക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ ദിലീപുമായി അടുക്കുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ എത്തുമ്പോൾ ഞെട്ടലോടുകൂടി തന്നെയായിരുന്നു ആ വാർത്ത സിനിമാ ലോകം കേട്ടത്. അതുവരെ സിനിമയിൽ അത്രയേറെ അറിയപ്പെടാത്ത സംവിധായകനായിരുന്നു ബാലചന്ദ്രകുമാർ. കൗബോയ് എന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നീട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. മോഹൻലാലിനെ നായകനാക്കി സ്പെഷ്യലിസ്റ്റ് എന്ന 2014 പ്രഖ്യാപിച്ചു. അതും പാളി. പിന്നീടാണ് പിക് പോക്കറ്റ് കഥയുമായി ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെത്തുന്നത്. ദിലീപിന്റെ അളിയന്റെ തിരക്കഥാ മോഹം ബാലചന്ദ്രകുമാറിനെ വീട്ടിലെ അടുപ്പക്കാരനാക്കി. കൗബോയ് എന്ന ചിത്രത്തിൽ ഈ ആസിഫ് അലിയായിരുന്നു നായകൻ. ഇത് സാമ്പത്തിക വിജയം നേടിയില്ല. ഇതിനുശേഷമാണ് മോഹൻലാലിനെ സമീപിക്കുന്നത്. പിന്നീട് ദിലീപിന് അടുത്തെത്തി. പിക് പോക്കറ്റ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ഈ സിനിമയുടെ കഥാതന്തു ദിലീപിന് അങ്ങ് ഇഷ്ടമായി. തിരക്കഥയിൽ മാറ്റങ്ങളോടെ ചെയ്യാമെന്നായിരുന്നു സമ്മതിച്ചത്. ഇതിനിടെ ദിലീപിന്റെ അളിയന് തിരക്കഥ എഴുതണമെന്ന മോഹമെത്തി. ബാലചന്ദ്രകുമാറിന്റെ കഥയിൽ സാധ്യതയും കണ്ടു. ഇതോടെ ഈ സിനിമ നിർമ്മിക്കാൻ ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസും തയ്യാറായി. കഥാ ചർച്ചകൾക്കായി ദിലീപിന്റെ വീട്ടിൽ നിരന്തരം സംവിധായകനെത്തി. അളിയനും അനുജൻ അനൂപുമായി ചർച്ചകളും നടത്തി. ഇതാണ് ഇപ്പോൾ ദിലീപിന് പുലിവാലാകുന്നത്. പിന്നീട് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദിലീപിന് തലവേദനയായി. കേസിൽ നിർണായക നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബാലചന്ദ്രകുമാറിന് വൃക്കരോഗം വന്നത്. അളിയന്റെ തിരക്കഥ സിനിമകളാക്കണമെന്ന അതിയായ ആഗ്രഹം ദിലീപിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോജക്ട് നടക്കുമെന്ന് ഉറപ്പാക്കാൻ മുൻനിര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയെയും ദിലീപ് സമീപിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം താല്പര്യം കാട്ടിയില്ല. പിന്നീട് മറ്റൊരു സംവിധായക പ്രമുഖനെയും നിയോഗിച്ചു. CID മൂസ ടൈപ്പിലെ ഹാസ്യചിത്രമായിരുന്നു ദിലീപ് പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ തിരക്കഥ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ പദ്ധതി നീണ്ടു. ഇതിനിടയിലാണ് നടി ആക്രമിച്ച കേസും വിവാദം ഉണ്ടാകുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴിയെടുക്കലും നടന്നു. ദിലീപിനെതിരെ 51 പേജുള്ള രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയത്. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും നടിയാക്രമിച്ച ദൃശ്യങ്ങൾ ഒരു VIP വഴി ദിലീപിന്റെ കയ്യിലെത്തിയെന്നുമാണ് ബാലചന്ദ്രകുമാറിന്റെ പ്രധാന ആരോപണം. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നടത്തിയ നീക്കങ്ങളുടെ തെളിവുകൾ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അപ്രതീക്ഷിതമായി കിഡ്നിയിലെ കല്ല് രോഗത്തിന് ചികിത്സയ്ക്ക് പോയ ബാലചന്ദ്രകുമാർ തിരിച്ചറിഞ്ഞത് വൃക്കകളുടെ തകരാറായിരുന്നു. പിന്നീട് ഒരിക്കലും രോഗക്കിടക്കയിൽ നിന്ന് ബാലചന്ദ്രകുമാറിന് മുക്തിയുണ്ടായില്ല.
ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങളെത്തി. വൃക്ക മാറ്റിവെക്കാനായി ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ആശുപത്രിയിലെത്തി. അതിനിടെ ഹൃദ്രോഗമെത്തി. പിന്നീട് ബൈപ്പാസ് നടത്തി. അതിനുശേഷം ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും എല്ലാം ബാധിച്ചു. ഇതോടെ വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ചികിത്സ. ഇതിനിടെ കുടുംബം അതീവ ദുഃഖ സാഹചര്യത്തിലേക്ക് മാറി. സാമ്പത്തിക സഹായം നേടി സോഷ്യൽ മീഡിയയിലും എത്തി. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ ബാലചന്ദ്രകുമാറിന്റെ വിയോഗം. സംവിധാനം ചെയ്ത സിനിമകളിലൂടെ ആയിരുന്നില്ല മലയാളി ബാലചന്ദ്രകുമാറിനെ അറിഞ്ഞത്, മറിച്ച് നടിയെ ആക്രമിച്ച കേസിലെ വെളിപ്പെടുത്തലുകൾ കൂടിയാണ്. എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ മരണത്തിന് ശേഷം എന്തായിരിക്കും കേസിൽ ഇനി വരാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങളും വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്.